വിശുദ്ധ അന്തോണീസ് ഒരിക്കൽ തൻ്റെ കൊവേന്തായിൽ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിശുദ്ധൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അന്തോണീച്ച എനിക്കൊന്ന് കുമ്പസാരിക്കണം. അന്തോണീച്ച പറഞ്ഞു, മോനെ ഞാനിങ്ങനെ വേർത്ത് നിൽക്കുക, ഞാനൊന്ന് കുളിച്ച് പെട്ടെന്ന് വരാം, നീ പള്ളിയിൽ കുമ്പസാരക്കൂടിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചൊരുങ്ങിക്കോ. അന്തോണീച്ചൻ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി സ്റ്റോളൊക്കെ ധരിച്ച് ഈ കുമ്പസാരക്കൂടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കുമ്പസാരക്കൂടിൻ്റെ അടുത്ത് ഇവനിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അന്തോണീച്ചൻ ഈ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അന്തോണീച്ചനോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അന്തോണീച്ചൻ ഞാനാണ് കുറച്ച് മുമ്പ് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പം അന്തോണീച്ചൻ പറഞ്ഞു, എടാ ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് നിന്നോട്, നീ എന്താ ഇവിടെ. ഈ ചെറുപ്പക്കാരൻ ചുറ്റും നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. ഇപ്പം ചെറുപ്പക്കാരനൊരു സംശയമായി, ദൈവമേ ഞാൻ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞ അച്ഛൻ അത്ര സുബോധമില്ലാത്ത മനുഷ്യനാണോ? അവൻ അവിടെ നിന്ന് പോകാനായിട്ട് ഇങ്ങനെ പരിശ്രമിക്കുമ്പോൾ അന്തോണീച്ചന് കാര്യം പിടികിട്ടി. അന്തോണീച്ചൻ അവനോട് പറയുന്നുണ്ട്, മോനെ ഞാൻ നിന്നോടല്ലടാ സംസാരിക്കുന്നത്, നിന്റെ അടുത്തൊരു പിശാച് നിൽക്കുന്നുണ്ട്, അവനോടാ ഞാൻ സംസാരിക്കുന്നത്. പിശാച് പിടിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിശാചിന് മറുപടി പറയാതിരിക്കാൻ പറ്റിയില്ല. പിശാച് പറഞ്ഞു, അന്തോണീച്ച ഞാൻ ഇവന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞ കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാൻ വന്നു. അന്തോണീച്ച ചോദിച്ചു, ഇവന്റെ അടുത്ത് നിന്ന് നീയോ, നീ എന്താ വാങ്ങിച്ചത്? അപ്പൊ അന്തോണീച്ചനോട് ഈ പിശാച് പറയുന്നുണ്ട്, കഴിഞ്ഞ കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഇവന്റെ പക്കൽ നിന്ന് നാണം, ലജ്ജ, അത് ഞാനിങ്ങോട്ട് വാങ്ങിച്ചു. ഓരോ കുമ്പസാരത്തിന് വരുമ്പോഴും ഞാനത് അവന് കൊടുക്കും, കുമ്പസാരം കഴിയുമ്പോൾ ഞാനത് തിരിച്ചു മേടിക്കും. അതുകൊണ്ട് കുമ്പസാരക്കൂട്ടിൽ അവന് ഭയങ്കര നാണം, അതുകൊണ്ട് ഒന്നും പറയത്തില്ല. കഴിഞ്ഞു കഴിയുമ്പോൾ ഞാനിത് ഇങ്ങോട്ട് മേടിക്കും. പിന്നെ ജീവിക്കാൻ അവനൊരു നാണമില്ല, മാനമില്ല. കുമ്പസാരത്തിന്റെ പവിത്രതയെ നശിപ്പിക്കാൻ വേണ്ടി പിശാചിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പുരോഹിതനായ അന്തോണീച്ചൻ തന്റെ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിശാചിനെ അവിടെ നാട്ടിപ്പായിച്ചുകൊണ്ട് പൗരോഹിത്യത്തിന്റെ വിശുദ്ധിയിലൂടെ കുമ്പസാരത്തിന്റെ കൃപ പൂർണ്ണമായും ആ ചെറുപ്പക്കാരന് പകർന്നു നൽകിക്കൊണ്ട് ആ ചെറുപ്പക്കാരന് ദൈവാലയത്തിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ഈ സംഭവം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കുമ്പസാരക്കൂട്ടിലെ ക്രിസ്തുവിനെ പ്രണയിക്കാതെ ദിവ്യകാരുണ്യത്തിലെ ഈശോയെ ഒന്ന് നോക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, കുമ്പസാരക്കൂട്ടിൽ നാണമില്ലാതെ കുമ്പസാരിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ വീട്ടിലും നാട്ടിലും തെല്ലൊരു അഭിമാനത്തോടു കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും, അച്ഛൻ ഞങ്ങൾ നല്ലോണം കുമ്പസാരിക്കാറുണ്ട്, ഞങ്ങൾ നല്ല കുമ്പസാരം നടത്തുന്നവരാണ്, പക്ഷേ ചെറിയൊരു നാണം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടെന്നേ. ഉദാഹരണത്തിന് ഇന്ന് ഒരു ധ്യാനത്തിൻ്റെ സമയമാണെന്ന് വിചാരിക്കാം. കുമ്പസാരിപ്പിക്കാൻ വേണ്ടി അച്ഛൻ ഒരുപാട് അച്ഛന്മാരെ വിളിച്ചിട്ടുണ്ട്, അവരാണ് ഈ നിരന്ന് നിൽക്കുന്നതെന്ന് വിചാരിക്കും. ഞങ്ങൾ 5 അച്ഛന്മാരുണ്ട്, ഒരാളെയും കൂടിയും വിളിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ 6 പേര് കുമ്പസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ദൈവാലയത്തിൻ്റെ 6 ഭാഗങ്ങളിൽ ഈ കുർബാന കഴിയുമ്പോൾ ഇരിക്കും. പ്രിയമുള്ളവരെ, ഞങ്ങൾ 5 അച്ഛന്മാർ, 6ാമത്തെ അച്ഛൻ ഇച്ചിരി പ്രായമുള്ള ഒരു 70-75 വയസ്സ് പ്രായമുണ്ട്, നല്ല നരയൊക്കെ വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞങ്ങളിങ്ങനെ 6 പേര് നിരന്നിരുന്നാൽ ഏറ്റവും തിരക്ക് എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം തിരക്ക് എവിടെയായിരിക്കും? ഈ ചെവി കേൾക്കാത്ത അല്ലെങ്കിൽ കണ്ണ് കാണാത്ത എന്തും പറയാല്ല അച്ഛൻ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വിടുന്നത്. പ്രിയമുള്ളവരെ, കുമ്പസാരക്കൂട്ടിൽ അച്ഛനെയല്ല കാണേണ്ടത്, മറിച്ച് ക്രിസ്തുവിനെയാണ്. അതാ പറഞ്ഞത്, കുമ്പസാരക്കൂട്ടിലെ ക്രിസ്തുവിനെ പ്രണയിക്കാതെ ഒരിക്കലും ദിവ്യകാരുണ്യത്തിലെ ഈശോയെ ഒന്ന് നോക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നല്ല കുമ്പസാരം വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയാണ്, കഴിഞ്ഞ കുമ്പസാരം മുതൽ ഈ കുമ്പസാരം വരെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഒരുപാട് തെറ്റുകളിലൂടെ നാം കടന്നു പോയിട്ടുണ്ടാവും. കഴിഞ്ഞ കുമ്പസാരത്തിന് ശേഷം ഇന്ന് ഈ ബലിപീഠത്തിലേക്ക് നമ്മളിങ്ങനെ വന്നു നിൽക്കുമ്പോൾ നമ്മളിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും. അത് കാഴ്ച സമർപ്പണ സമയത്ത് ഈ അപ്പവും വീഞ്ഞും ആ ബഹുമാനപ്പെട്ട വൈദികർ ഈ ബലിപീഠത്തിൽ ഒരുക്കുമ്പോൾ ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും നമ്മുടെ ജീവിതത്തിലെ പാപപ്രവണതകളെ കൊടുത്തുകൊണ്ട് ഉള്ളം നിറയെ ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, എൻ്റെ കൂടെയുള്ള പാപങ്ങളെ ഞാനിതാ നിന്റെ സ്നേഹാഗ്നിയിലേക്ക് സമർപ്പിക്കുകയാണ്. അത് സ്വീകരിച്ച് പകരം നീ കൃപയായി എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ. അങ്ങനെ ആഴമായ ബോധ്യത്തോടു കൂടെ പൂർണ്ണമായും നമ്മളെ സമർപ്പിച്ച് ക്രിസ്തുവിനെ ഇങ്ങനെ ചേർത്ത് വയ്ക്കാൻ സാധിച്ച തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ ഒരു വാചകം ഇങ്ങനെയാണ്: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ക്രിസ്തുവിന്റെ കൃപയാണ്. ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ഈ ജീവിതം എന്നെ സ്നേഹിക്കുകയും തന്നെ പൂർണ്ണമായി ബലിയർപ്പിക്കുകയും ചെയ്ത ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ജീവിതമാണ്.
ഇത് തന്നെ വളരെ മനോഹരമായി പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ജീവിതം ക്രിസ്തുവാണെങ്കിൽ മരണം എനിക്ക് നേട്ടമാണ്. ജീവിതം ക്രിസ്തുവാണെങ്കിൽ മരണം എനിക്ക് നേട്ടമാണ്. പ്രിയമുള്ളവരെ, പൂർണ്ണമായും നമ്മളെ തന്നെ സമർപ്പിച്ച് എൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഈ ശരീരത്തോട് ഇങ്ങനെ ഒട്ടിച്ചു ചേർക്കുമ്പോൾ, പിന്നീട് നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ആ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ്. ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നു എന്ന തിരിച്ചറിവ് നാം സ്വന്തമാകുമ്പോൾ മറ്റുള്ളവരിലുള്ള ക്രിസ്തുവിനെ നാം കാണുകയാണ്. അതുകൊണ്ട് പിന്നീട് കാഴ്ചകൾ മുഴുവനും ക്രിസ്തു തമ്മിലാണ്. അതുകൊണ്ട് കുറ്റവും കുറവൊന്നും കാണാൻ പറ്റത്തില്ലെന്നേ. കാരണം ഞാനല്ലല്ലോ, ക്രിസ്തുവല്ലേ എന്നിൽ ജീവിക്കുന്നത്. ഞാനല്ലല്ലോ കാണുന്നത്, ക്രിസ്തുവല്ലേ കാണുന്നത്. ഞാനല്ലല്ലോ സംസാരിക്കുന്നത്, ക്രിസ്തുവല്ലേ. ഞാനല്ലല്ലോ സ്പർശിക്കുന്നത്, ക്രിസ്തുവല്ലേ. ഞാൻ സ്പർശിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിയെയോ അമ്മയെയോ സഹോദരങ്ങളെയോ മക്കളെയോ അല്ല, മറിച്ച് എന്നിലെ ക്രിസ്തു അവനിലെ ക്രിസ്തുവിനെ സ്പർശിക്കുക. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബന്ധമെന്ന് പറയുന്നത് അസാധാരണമായൊരു ബന്ധം.